നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് കിട്ടാക്കനി പോലെയാണ് സൗദിയിലേക്കുള്ള ടിക്കറ്റ്. കോവിഡ് വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെ 20 രാജ്യങ്ങൾക്കാണ് സൗദി വിലക്കേർപ്പെടുത്തിയത്. അപ്രതീക്ഷിത വിലക്കിൽ യുഎഇയും ഉൾപ്പെടുകയായിരുന്നു. ഇതിലൂടെ യുഎഇ വഴി സൗദിയിലേക്ക് യാത്ര ചെയ്യാനെത്തിയ നിരവധി പ്രവാസികളാണ് കുടുങ്ങിയത്. എന്ത് വില കൊടുത്തും ഏത് വഴിക്കും സൗദിയിലെത്തണമെന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ ഈ പ്രവാസികളുടെ തലയിൽ. സൗദിയിലേക്ക് വിമാനവിലക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പ് അപ്രതീക്ഷിതമായി കിട്ടിയ ടിക്കറ്റിൽ ജിദ്ദയിലെത്തിയതിന്റെ ആശ്വാസത്തിലാണ് കോഴിക്കോട് ബേപ്പൂർ സ്വദേശി ഫാദി അബ്ദുൽ ഖാദറും ഭാര്യ ഹെനയും. നാട്ടിൽ നിന്ന് യുഎഇ വഴി സൗദിയിലേക്ക് പോകാനാണ് ഹെന ദുബായിൽ എത്തിയത്. ഹെനയെ കൊണ്ടുപോകുന്നതിനായി ഹാദിയും 22-ന് സൗദിയിൽ നിന്നും ദുബായിലെത്തി. ഫെബ്രുവരി 5-ന് തിരിച്ചു പോകാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്നാൽ 3 മുതൽ സൗദിയിലേക്ക് പ്രവേശനം വിലക്കിയെന്ന വാർത്ത 2-നാണ് അറിയുന്നത്. രാത്രി 11-ഓടെ സ്വകാര്യ ആശുപത്രിയിൽ പോയി കോവിഡ് പരിശോധന നടത്തി. 3-ന് രാവിലെ ഫ്ലൈനാസ് എയറിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഹെനയുടെ സൗദി വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത് 3-ന് രാവിലെയായിരുന്നു. ഇതുമായി അബുദാബി വിമാനത്താവളത്തിലേക്ക് പോയപ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. അവിടെ നിന്ന് നേരെ ദുബായ് വിമാനത്താവളത്തിലേക്ക് പറന്നു. അവിടെ എത്തിയപ്പോൾ തിരക്കോട് തിരക്ക്. വൈകുന്നേരം 5-നും 6-നുമെല്ലാം സൗദി എയർലൈൻസ് ഉണ്ടായിരുന്നുവെങ്കിലും ടിക്കറ്റ് കിട്ടിയിരുന്നില്ല. രാത്രി 9-ന് അവസാന വിമാനം പുറപ്പെടുമെന്നറിഞ്ഞതോടെ അതിനായി കാത്തുനിൽപ്പായിരുന്നു. ആരെങ്കിലും ക്യാൻസൽ ചെയ്താൽ ടിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. ഒടുവിൽ ഹാദിക്ക് മാത്രം ടിക്കറ്റ് ലഭിച്ചു. എങ്കിലും പ്രതീക്ഷയോടെ ഹെനയും ക്യൂവിൽ തുടർന്നു. അവസാന നിമിഷം ചില ടിക്കറ്റുകൾ കൂടെ ക്യാൻസൽ ചെയ്തതോടെ ഹെനയ്ക്കും യാത്രയ്ക്ക് വഴിയൊരുങ്ങുകയായിരുന്നു. ബിസിനസ് ക്ലാസ്സിൽ വൻതുക നൽകിയാണ് ടിക്കറ്റ് എടുത്തത്. സൗദിയിൽ വിലക്ക് തുടങ്ങുന്ന സമയത്തിന് ശേഷമേ അവിടെ എത്തുകയുള്ളൂ എന്നൊരാശങ്കയും ഉണ്ടായിരുന്നു. എന്നാൽ സൗദി എയർലൈൻസ് ആയതിനാൽ തന്നെ യാത്രക്കാരെ എല്ലാം തന്നെ അവിടെ ഇറങ്ങാൻ സമ്മതിക്കുകയായിരുന്നു അധികൃതർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.